ഒരു കുട്ടിക്ക് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ. അത്തരമൊരു ജനനം ദൈവശാസ്ത്രപരമായി അസാധ്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൾ ഒരു ഭീകര ഭരണം അഴിച്ചുവിട്ടു. സ്വർഗത്തെ കീഴടക്കി ഇന്ദ്രനെ തന്റെ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കി. മഹിഷിയുടെ അജേയതയെ ചെറുക്കാൻ ഭയചകിതരായ ദേവന്മാർ ബ്രഹ്മാവിനെ കണ്ട് തങ്ങളുടെ സങ്കടം അറിയിച്ചു. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം സമുദ്രമഥനത്തെ പിന്തുടർന്ന് വിഷ്ണുവിന്റെ സ്ത്രീ അവതാരമായ മോഹിനിയുടെ സൗന്ദര്യത്തിൽ ശിവൻ ആകൃഷ്ടനായി അവളുടെ സംഗമം അയ്യപ്പന്റെ ജനനത്തിലേക്ക് നയിച്ചു. 2 പുരുഷ ദേവതകളിൽ നിന്ന് ജനിച്ച ദിവ്യ ശിശു അതുവഴി മഹർഷിയുടെ വരത്തിന്റെ സാങ്കേതിക ആവശ്യകതകൾ നിറവേറ്റപ്പെട്ടു. ബ്രഹ്മാവിൽ നിന്ന് മഹർഷിക്ക് അത്തരമൊരു കുട്ടിക്ക് മാത്രമേ തന്നെ കൊല്ലാൻ കഴിയൂ എന്നവർ ലഭിച്ചതിനെ തുടർന്നാണ് ഹരിഹരപുത്രനായി, അതായത് ഹരിയുടെയും ഹരന്റെയും മകൻ, ഈ അസാധാരണ ജനനം ഉണ്ടായത്. പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നതിനായി ദേവന്മാർ ഈ ജനനം ക്രമീകരിക്കാൻ കാരണമായി. പന്തളം രാജാവായ രാജശേഖരൻ ഈ കുട്ടിയെ പിന്നീട് ദത്തെടുക്കുകയും മണികണ്ഠൻ, കഴുത്തിൽ മണിയുള്ളവൻ എന്ന് നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു.